എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്വാദിഷ്ടമായ പരിപ്പു പായസം തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1/2 കിലോ ചെറുപയറു പരിപ്പാണ് എടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി വേണം വറുത്തെടുക്കാൻ. പരിപ്പിന്റെ കളറൊന്നു മാറി ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഉടനെ തന്നെ നല്ലപോലെ കഴുകിയെടുത്ത് വേവിച്ചെടുക്കാനായി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റണം. ഇതിലേക്കിനി 5 കപ്പ് വെള്ളം ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് മൂടിവെച്ച് 4 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 3 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേണം വേവിച്ചെടുക്കാൻ. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കുക്കറിലെ എയർ സാവധാനം പോകുന്നതുവരെ മാറ്റിവെക്കുക. ഈ സമയം പായസത്തിനുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി 1/2 കിലോ ശർക്കരയാണ് എടുക്കുന്നത്. ഇതൊരു പാനിലേക്കിട്ട ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയെടുക്കണം. ശർക്കര നന്നായി അലിഞ്ഞു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം വേവിച്ചു വച്ചിരിക്കുന്ന പരിപ്പ് പായസം തയ്യാറാക്കാനായി ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര നന്നായി അരിച്ചു ചേർത്ത് കൊടുക്കണം. 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ചൂടാകുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർക്കുക. ഇനിയൊന്ന് നന്നായി ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ ഓഫ് ചെയ്തിട്ട് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങായും വറുത്തു ചേർക്കണം. അതിനായി മറ്റൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തിന്റെ നിറമൊന്നു മാറി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് ഇളക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർക്കണം. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ചേർക്കണം. ഒന്നുകൂടെ നന്നായി ഇളക്കിയ ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.